കണിക്കൊന്ന മുതൽ കണിവെള്ളരി വരെ വിഷുദിനത്തിലെ എല്ലാ സാധനങ്ങൾക്കും മഞ്ഞ നിറമാണ്. അപ്പൊ ഈ എന്തുകൊണ്ടാണ് ചേച്ചി മഞ്ഞ നിറത്തിന് വിഷുദിനത്തിന് ഇത്രയധികം മുൻഗണന കൊടുക്കുന്നത്? നമ്മളുടെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ, അതായത് നമ്മുടെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു പരമമായിട്ടുള്ള ശക്തി ഉണ്ടെന്നും ആ ശക്തിയാണ് നമ്മൾ നമസ്കരിക്കേണ്ടതെന്നും നമുക്കൊരു ബോധം വേണം. പലർക്കും സംശയമുണ്ട് വിഷുക്കണി എങ്ങനെയെല്ലാമാണ് പല പല സ്ഥലത്തും പല രീതിയിൽ ഒരുക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ വിഷുക്കണി ഒരുക്കേണ്ടത്? നമസ്കാരം, ജ്യോതിഷ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളികളുടെ ഗ്രഹാതുരത്വം നിറഞ്ഞ ഓർമ്മകളിൽ ഒന്നാണ് വിഷുദിനം. വിഷുദിനത്തെ പറ്റി നമ്മോട് വിശദമായി തന്നെ സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ആധ്യാത്മിക പ്രഭാഷണ രംഗത്ത് ഏറെ പ്രശസ്തയായ, നിങ്ങൾക്കൊക്കെ ചിരപരിചിതയായ പ്രൊഫസർ സരിത അയ്യരാണ്. ചേച്ചി ആധ്യാത്മിക രംഗത്ത് പ്രഭാഷകയാണ്, അതോടൊപ്പം തന്നെ ഏറ്റുമാനൂരപ്പൻ കോളേജിലെ അധ്യാപികയാണ്, മാനേജ്മെന്റ് രംഗത്ത് വിദഗ്ധയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോട് ചേച്ചി വിഷുദിനത്തെക്കുറിച്ചും വിഷുദിനത്തിന്റെ പ്രത്യേകതകളെ കുറിച്ചും എല്ലാം നമ്മോട് സംസാരിച്ചിരുന്നു. പക്ഷെ നമുക്ക് ഇനിയും ചേച്ചിയോട് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ചേച്ചി നമസ്കാരം. നമസ്തേ. ചേച്ചി കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു നമ്മൾ കേരളത്തിൽ വിഷു ആഘോഷിക്കുന്നത്, അതായത് കേരളത്തിന് മുകളിൽ സൂര്യൻ എത്തിച്ചേരുന്ന ആ സമയം. അപ്പോ കേരളത്തിന് മുകളിൽ സൂര്യൻ എത്തിച്ചേരുമ്പോൾ നമ്മൾ വിഷു ആഘോഷിക്കുന്നു. പക്ഷെ അതേ ദിനം തന്നെ വിദേശ രാജ്യങ്ങളിലെ മലയാളികളും അതേ ദിനം തന്നെയാണ് വിഷു ആഘോഷിക്കുന്നത്. ഇത് യുക്തിപരമായും അതിൽ എന്ത് യുക്തിയാണുള്ളത്? അതൊന്ന് ചേച്ചി വിശദമാക്കി പറഞ്ഞു തരാം. നമ്മള് അത് മാത്രം നോക്കണ്ട. കാരണം എന്താന്ന് വെച്ചാല് നമ്മളുടെ ജീവിതവുമായിട്ട് നമ്മൾ ജനിക്കുന്ന തൊട്ട് ഓർമ്മ വെച്ച കാലം തൊട്ട് ഹിന്ദു കുടുംബങ്ങളിൽ നമ്മൾ ഈ വിഷു ആചരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ഇത് ആചരിച്ച് കാണിച്ചു തന്നാൽ മാത്രമേ അടുത്ത തലമുറ ഇതിനെ പിന്തുടരുകയുള്ളൂ. അപ്പൊ മലയാളിക്ക് എവിടെ പോയാലും വിഷു മറക്കാൻ സാധിക്കില്ല. ഇല്ല. മാത്രല്ല, വിഷുവിന് നമ്മൾ പലതരത്തിലുള്ള ആശയങ്ങൾ പറഞ്ഞു. അതായത് ഒരു ദിവസം ശുഭകരമായിട്ടുള്ള കാര്യങ്ങളെ സ്മരിച്ചുകൊണ്ട്, കണ്ടുകൊണ്ട്, നമ്മൾ കേട്ടുകൊണ്ട് എഴുന്നേൽക്കുക എന്നുള്ളത്. അത് നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും ചെയ്യാം, അല്ലെ? പക്ഷെ വർഷത്തിലൊരിക്കൽ നമ്മൾ ഈ ഒരു ദിവസം ആചാര്യന്മാര് കേരളത്തിന്റെ ഒരു പുതുവർഷം എന്നുള്ള രീതിയിൽ ഇത് തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് മാത്രം. പക്ഷെ മലയാളിക്ക് ഏത് ദിവസം, നമുക്ക് എല്ലാ ദിവസവും വിഷു ആചരിക്കാം. എങ്കിൽ പോലും ഏത് നാട്ടിലുള്ള മലയാളിക്കും വിഷു ആഘോഷിക്കാം, അന്നേ ദിവസം കണി കാണാം. കാരണം നമ്മൾ നമ്മുടെ തലമുറയിലേക്ക് വലിയൊരു പാരമ്പര്യത്തെ പകർന്നു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ കൊടുത്താലല്ലേ കുട്ടികള് ഈ വിഷു എന്ന് പറയുന്ന ഒരു ആചരണ പദ്ധതി ഉണ്ടെന്ന് മനസ്സിലാകുകയുള്ളൂ. ഒരുപക്ഷെ നാളെ ആ കുട്ടി കേരളത്തിലേക്ക് വരാം, ഇല്ലെങ്കിൽ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് ഈ വിഷു ഈ ദിവസം ആചരിക്കുന്നതെന്ന് ഒരുപക്ഷെ എവിടെയെങ്കിലും നോക്കി പഠിക്കാനും ഒക്കെ അവനൊരു താല്പര്യം തോന്നും. അപ്പോഴാണ് ഭാരതത്തിന്റെ ഒരു മഹത്വം മനസ്സിലാക്കുക. കാരണം ഈ പാശ്ചാത്യ കലണ്ടറൊക്കെ വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ നമ്മളുടെ മഹാത്മാക്കള്, നമ്മളുടെ ആചാര്യന്മാർ, ശ്രീശ്വരന്മാർ ഈ സൂര്യചന്ദ്രാദികളുടെ ഒക്കെ സഞ്ചാരം മനസ്സിലാക്കി കാലഗണന നടത്തി ഈ ദിവസങ്ങളൊക്കെ കണ്ടുപിടിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കിയേ, അല്ലേ? അപ്പൊ അവരുടെ ഒരു മഹത്വം, അവരുടെ ഒരു കഴിവ് എന്ന് പറയുന്നത് നമുക്കൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ആചരണ പദ്ധതികളെല്ലാം എവിടെയായിരുന്നാലും നമ്മൾ അതെല്ലാം ആചരിക്കണം. അതെ, ഈ വിഷു ആഘോഷം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് വിഷുക്കണിയാണ്. പലർക്കും സംശയമുണ്ട് വിഷുക്കണി എങ്ങനെയെല്ലാമാണ് പല പല സ്ഥലത്തും പല രീതിയിൽ ഒരുക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ഈ വിഷുക്കണി ഒരുക്കേണ്ടത്? അതുകൂടി ശ്രദ്ധിക്കുക. അടിസ്ഥാനപരമായിട്ട് നമ്മൾ ചില സാധനങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിൻ്റെ കൂടെ മുമ്പ് പറഞ്ഞതുപോലെ സാത്വികമായിട്ടുള്ള ചിന്തയെ ഉണർത്തുന്ന ഏത് വസ്തുക്കൾ വേണമെങ്കിലും നമുക്ക് കണിയായിട്ട് വെക്കാം. കാരണം അത് കാണുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് എന്താണ് വരിക, അതാണ് പ്രധാനം. അപ്പൊ നമ്മൾ പൊതുവെ വെക്കാറുള്ളത് ഒരു വലിയ ഉരുളി വെക്കും, അതിൽ അരി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വാൽക്കണ്ണാടി വെക്കും, പിന്നെ ഭഗവാന്റെ ഒരു ചെറിയ വിഗ്രഹം. ചിലര് വാൽക്കണ്ണാടി വെച്ചിട്ട് അതിന്റെ മുന്നില് ആ ഉരുളിയിൽ തന്നെ ഭഗവാന്റെ വിഗ്രഹം വെക്കും. എന്നിട്ട് നമ്മൾ കണി കാണാതിരിക്കുമ്പോൾ ആ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഭഗവാന്റെ വിഗ്രഹമായിരിക്കും കാണുക. കാരണം കണ്ണാടി പ്രതിഫലനമാണ് എപ്പോഴും. അപ്പൊ കണ്ണാടിയിലൂടെ ഭഗവാനെ കാണുമ്പോൾ നമ്മള് കണ്ണാടിയിൽ നമ്മൾ നോക്കി എന്താ കാണുന്നത്? നമ്മളെ തന്നെയാണ്, അല്ലെ? അപ്പൊ നമ്മുടെ ഉള്ളിലും ആ ഈശ്വര ചൈതന്യം ഉണ്ട്. ആ പരമാത്മാവിന്റെ ഒരു അംശമാണ് ജീവാത്മാവ് നമ്മളെന്നുള്ള ഒരു ഭാവം നമ്മളിൽ ഉണർത്താനും ഇത് ശരിക്കും പറഞ്ഞാൽ സഹായിക്കുന്നുണ്ട്. പിന്നെ കായ്കളൊക്കെ വെക്കും, അതുപോലെ ഫലങ്ങളൊക്കെ നമ്മൾ വെക്കും, വെള്ളരിക്ക, പിന്നെ തേങ്ങ,
വെക്കാറുണ്ട്. നാണയം, പിന്നെ നാണയമുണ്ട്, സ്വർണ്ണ നാണയമുണ്ട്, വെള്ളി നാണയങ്ങളൊക്കെ വെക്കാം, ആഭരണങ്ങൾ വെക്കാം. അതുപോലെ 5 തിരിയിട്ട നിലവിളക്ക്, ഭഗവാന്റെ നല്ല പട്ടുവസ്ത്രമൊക്കെ ധരിച്ച നല്ല ഉണ്ണിക്കണ്ണൻ, ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കൊന്നപ്പൂ, കൊന്നപ്പൂ. അതുപോലെ ചിദാനന്ദപുരി സ്വാമിജികൾ എപ്പോഴും പറയും, പലരും ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുമ്പോൾ ഓടക്കുഴലെടുത്ത് മാറ്റിയിട്ട് വെക്കും. അപ്പൊ ഒരിക്കലും അത് ചെയ്യരുത്. കാരണം ഇതൊക്കെ തെറ്റായിട്ടുള്ള പല ചിന്തകളാണ്. ഭഗവാൻ ഓടക്കുഴൽ വെച്ചാൽ നമ്മുടെ എല്ലാ ഭാഗ്യവും ഊതിയെടുത്തുകൊണ്ട് പോകും എന്നൊക്കെ. അങ്ങനെയല്ല, ആ പൂർണ്ണമായിട്ടുള്ള ഭഗവാന്റെ ആ രൂപത്തിൽ തന്നെയുള്ള ആ ഒരു വിഗ്രഹം, ഗ്രന്ഥം, കണിക്കൊന്ന, പിന്നെ വല്ലതും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇങ്ങനെ ഓർത്ത് പറയുമ്പോൾ ചിലപ്പോൾ വല്ലതും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് സാത്വികമായിട്ടുള്ള വസ്തുക്കൾ, നമ്മളുടെ മനസ്സിന് വളരെയധികം സന്തോഷത്തെ തരുന്ന വസ്തുക്കൾ ആണ് നമ്മൾ പ്രധാനമായിട്ടും കണിയായിട്ട് നമ്മൾ വെക്കുന്നത്. കാണുമ്പോൾ ഒരു വർഷം മുഴുവൻ നമ്മുടെ മനസ്സിൽ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്തോഷം നിറഞ്ഞ ഒരു കാഴ്ച. തീർച്ചയായിട്ടും. ഇപ്പൊ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ കണിക്കൊന്ന, ഈ കണിക്കൊന്ന ഇപ്പൊ ഈ സമയത്ത് എല്ലായിടവും പൂത്തു നിൽക്കുകയാണ്. ഈ കണിക്കൊന്നയ്ക്ക് പകരം നമുക്ക് വഴിയിൽ ഒരു മാമ്പൂ കാണുവാണെങ്കിൽ എന്താ തോന്നുന്നേ? മാമ്പൂ കാണുമ്പോ ഇത് മിക്കവാറും മാങ്ങ ആകാൻ സാധ്യതയുണ്ട് എന്നാണ് തോന്നുന്നത്. നേരെ മറിച്ച് കണിക്കൊന്ന കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് തോന്നുന്നത്. അയ്യോ എന്തൊരു ഭംഗിയാ എന്നാണ് നമ്മൾ പറയുക. നമ്മുടെ ഉള്ളില് സന്തോഷത്തെ, ആനന്ദത്തെ നിറയ്ക്കുന്നതാണ് കണിക്കൊന്ന. അതുപോലെ സാത്വികമായിട്ടുള്ള ചിന്തയെ നമ്മുടെ മനസ്സില് ഉണർത്തുന്ന വസ്തുക്കളാണ് പൊതുവെ നമ്മള് ഈ കണിക്കായിട്ട് വെക്കുന്നത്. അതുപോലെ നമ്മള് വിഷു എന്ന് കേൾക്കുമ്പോൾ വിഷുക്കണിയിലും എല്ലാം നമ്മള് കൃഷ്ണനാണ് അതിനകത്ത് ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. വിഷുക്കണി ഒരുക്കുമ്പോൾ കൃഷ്ണന്റെ വിഗ്രഹം വയ്ക്കുന്നു. വിഷു ആശംസ പറയുമ്പോൾ അതുപോലെ വിഷുവായി ബന്ധപ്പെട്ട പാട്ടുകൾ, അതൊക്കെ അതിലെല്ലാത്തിലും കൃഷ്ണനുമായിട്ടൊരു ബന്ധമുണ്ട്. വിഷുവും കൃഷ്ണനും തമ്മില്, വിഷുവും വിഷ്ണുദേവനും, അങ്ങനെ എന്താണ് ഈ ബന്ധം, അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ബന്ധം എന്താണെന്ന്? നമ്മളുടെ ഈ ജീവിതത്തില് സമയത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. കാരണം നമ്മളുടെ ജനനവും മരണവും എല്ലാം നിശ്ചയിക്കുന്നതെന്ന് പറയുന്നത് കാലമാണ്, അല്ലെ? അതുകൊണ്ടാണ് ശരിക്കും മരണത്തിന്റെ ദേവനായിട്ട് കാലനെ പറഞ്ഞിരിക്കുന്നത്. കാലം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സമയം, യമൻ എന്നൊക്കെ പറയില്ലേ, യാമൻ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പൊ സമയം എന്നാണ് അതിന്റെ അർത്ഥം. മരണത്തിന്റെ ദേവനായിട്ട് കാലൻ പറയുന്നത്. ഇപ്പം ഇവിടെ പറഞ്ഞു മാനേജ്മെന്റ് അധ്യാപികയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോ ഞാൻ എൻ്റെ കോളേജിൽ സ്റ്റുഡൻസിനോട് പോയി പറയുകയാണ്, ഇങ്ങനെ യമൻ എന്ന് പറയുന്ന ഒരു ദേവനുണ്ട്, അല്ലെ, സ്വർഗത്തിലോ നരകത്തിലോ. അദ്ദേഹത്തിന് ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ട്, അദ്ദേഹത്തിന്റെ പേരാണ് ചിത്രഗുപ്തൻ. അദ്ദേഹത്തിനൊരു ഓഫീസുണ്ട്, അദ്ദേഹമാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ ഇത് അംഗീകരിക്കും. പക്ഷെ ഇതിന്റെ ഉള്ളിലെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു തത്വമുണ്ട്. അപ്പൊ മരണത്തിന്റെ ദേവനായിട്ട് കാലനെ വെച്ചിരിക്കുന്ന ഇതുകൊണ്ടാണ്. കാലം, സമയത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇനി നമ്മൾ പുരാണങ്ങൾ നോക്കിയാൽ കാണാൻ സാധിക്കും, കാലന്റെ പിതാവ് സൂര്യനാണെന്നാണ്. കാലന്റെ, യമദേവന്റെ പിതാവ് സൂര്യനായിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും സൂര്യന് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട് എന്നൊക്കെ. ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാല്, സമയം നമ്മൾ അറിയുന്നത് എങ്ങനെയാ? സൂര്യ ഉദിക്കുന്നത് സൂര്യ അസ്തമയത്തിലൂടെ മാത്രമേ കാലത്തിനെ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആണ് സൂര്യൻ പിതാവാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് എന്താണ്? കാലപുരുഷനാണ്, അല്ലെ? ആ കാലത്തിനും അതീതനായിട്ടുള്ള ആ കാലപുരുഷനാണ് ഈ സമയത്തെയും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. ഭഗവാന് നമുക്കുള്ള 10 മണിക്കൂർ ഭഗവാൻ 1 മിനിറ്റായിട്ട് മാറ്റാൻ പറ്റും, അല്ലെ? ഈ ഭഗവത്ഗീത ഉപദേശം നടന്ന സമയത്ത് ചില ആചാര്യന്മാര് പറയുന്നുണ്ട്, ഇങ്ങനെ ഭഗവാൻ സമയത്തെ കൂട്ടി കുറച്ചു എന്നൊക്കെ. ഭഗവാന് ഏത് രീതിയിൽ വേണമെങ്കിലും കാലത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കാലപുരുഷനെ പൂജിക്കുന്നു എന്നുള്ള അർത്ഥത്തില്. കാലപുരുഷൻ എന്ന് പറഞ്ഞാൽ പൊതുവെ മഹാവിഷ്ണു ആണ് കാലപുരുഷൻ എന്ന് പറയുന്നത്, കാലചക്രം തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഓർമ്മയ്ക്കായിട്ട് നമ്മള് ശ്രീകൃഷ്ണന്റെ വിഗ്രഹം വെച്ച് അവതാരമായിട്ടുള്ള കാലപുരുഷൻ എന്നുള്ള രീതിയിൽ നമ്മളുടെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ, അതായത് നമ്മുടെ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഒരു പരമമായിട്ടുള്ള ശക്തി ഉണ്ടെന്നും ആ ശക്തിയാണ് നമ്മൾ നമസ്കരിക്കേണ്ടതെന്നും നമുക്കൊരു ബോധം വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ കാലത്തിനെ നമ്മളെ ഓർമ്മിപ്പിക്കുകയും കൂടിയാണ്, അല്ലെ? ചില സമയത്ത് നമ്മളുടെ പോക്ക് കാണുമ്പോൾ നമുക്ക് തോന്നും, അതുപോലെ മരിച്ച വീട്ടിൽ പോകുമ്പോൾ നമുക്കൊരു വൈരാഗ്യമൊക്കെ തോന്നും, ശ്മശാന വൈരാഗ്യം എന്നൊക്കെ പറഞ്ഞു.
പക്ഷെ ചിലപ്പോൾ നമ്മളുടെ പ്രവൃത്തി കാണുമ്പോൾ തോന്നും നമുക്ക് ഈ മരണമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ. അപ്പൊ നമ്മളുടെ കാലത്തിനെയും സമയത്തിനെയും എല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് കൂടെ ഭഗവാനാണ്. കാലപുരുഷനാണ് കാലത്തെ ഓർപ്പിക്കുന്നത്. കാലത്തിനെ പറ്റി നമുക്കൊരു ഓർമ്മ വേണം താൻ. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ പല പ്രഭാഷണങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇടയ്ക്ക് ദൂരെ ഒന്നും പ്രഭാഷണങ്ങൾക്ക് പോകാതിരുന്നപ്പോൾ എൻ്റെ ഗുരുനാഥന്റെ ഗുരുനാഥൻ എന്നോട് ചോദിച്ചു, ഞാനപ്പോ പറഞ്ഞു കുറച്ചുകൂടിയൊക്കെ ഒന്ന് കഴിയട്ടെ, കുട്ടികളൊക്കെ ഒന്ന് വലുതാകട്ടെ, എന്നിട്ട് ദൂരെ പോകാന്ന്. അപ്പൊ എന്നോട് വളരെ ശാന്തമായിട്ട് അതേ രീതിയിൽ ഒരു ഭാവവ്യത്യാസം ഇല്ലാതെ ചോദിച്ചു, ഓ അത് ശരി, അപ്പൊ മക്കൾക്ക് അറിയാല്ലേ, മക്കൾക്ക് ഇനിയും കുറെ കാലം ഉണ്ടെന്ന്. ഞങ്ങൾക്കൊന്നും അറിയില്ല കേട്ടോ, ഞങ്ങളോടൊന്നും പറഞ്ഞല്ല വിട്ടിരിക്കുന്നതെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ കുറച്ചു നാളും കൂടെ കഴിയട്ടെ എന്ന്. അപ്പൊ എനിക്ക് എത്ര ഉറപ്പാണ് കുറച്ചു നാൾ കൂടി എനിക്ക് ഉണ്ടെന്ന്. അതാണ് അദ്ദേഹം എന്നോട് ചോദിച്ചത്. എല്ലാരും തന്നെ അങ്ങനെ നമ്മള് മരിക്കുന്ന ആരും കരുതുന്നില്ല. അതെ അതെ. അപ്പോ ആ കാലത്തെ പറ്റി നമുക്കൊരു ബോധ്യം ഉണ്ടാകണം. കാലമാണ് പ്രകൃതിയെ നിയന്ത്രിക്കുന്നത്, പ്രകൃതിയിൽ എല്ലാ മാറ്റങ്ങളും വരുത്തുന്നത്. അത് ഋതുക്കളാണെങ്കിലും എന്താണെങ്കിലും ശരി, എല്ലാ പ്രകൃതിയെ നിയന്ത്രിക്കുന്ന കാലപുരുഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ നമസ്കരിക്കുന്നത്. കണിക്കൊന്ന മുതൽ കണിവെള്ളരി വരെ വിഷുദിനത്തിലെ എല്ലാ സാധനങ്ങൾക്കും മഞ്ഞ നിറമാണല്ലേ. അപ്പൊ ഈ എന്തുകൊണ്ടാണ് ചേച്ചി ഈ മഞ്ഞ നിറത്തിന് വിഷുദിനത്തിൽ ഇത്രയധികം മുൻഗണന കൊടുക്കുന്നത് കാരണം? അതെന്താന്ന് വെച്ചാല് നമ്മളുടെ ഈ ആധ്യാത്മികതയിൽ നിറത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ അതല്ലെങ്കിലും നിറത്തിന് ചില പ്രാധാന്യമുണ്ട്. ഓരോ നിറവും സൂചകങ്ങളാണ്. ചിലതിനെയൊക്കെ സൂചിപ്പിക്കുന്നതാണ് ഈ നിറം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് ഈ നമ്മുടെ ശരീരത്തിൽ ചക്രങ്ങൾ ഉണ്ടെന്ന് പറയില്ല, മൂലാധാരം തൊട്ടുള്ളത്. ഈ ചക്രങ്ങളുടെ നിറം ഓറഞ്ച് ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിനെ സാധന ചെയ്യുന്നവര് അവർക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന നിറം, ധരിക്കുന്ന നിറമൊക്കെ ഓറഞ്ച് ആയിരിക്കും. അവർക്ക് കൂടുതൽ താല്പര്യമുള്ള വിഷയം ഓറഞ്ച് ആയിരിക്കും. അപ്പൊ അതുപോലെ ലക്ഷ്മി ദേവിയുടെ നിറം കടും പച്ചയാണ്. ദേവി പച്ച പട്ടുസാരിയൊക്കെയാണ് എടുക്കുന്നത്. അത് സമാധാനത്തിന്റെ നിറമാണ്, ഐശ്വര്യത്തിന്റെ നിറമാണെന്ന് പറയും. അതുപോലെ സ്വർണ്ണ നിറം, അതും തീർച്ചയായിട്ടും സമ്പന്നതയുടെ ഐശ്വര്യത്തിന്റെ ഒക്കെ നിറമാണ് സ്വർണം. മാത്രമല്ല ദേവന്റെ ലോഹം കൂടിയാണ് സ്വർണം. അതുകൊണ്ടാണ് കാലിൽ നമ്മളോട് സ്വർണം ഒന്നും ധരിക്കരുത് എന്ന് പറയുന്നത്. ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കും. അരയ്ക്ക് കീഴേ എല്ലായ്പ്പോഴും വെള്ളി ധരിക്കുന്നതാണ് നല്ലത്. കണങ്കാലില് ഈ മുട്ടി സ്വർണ്ണ ലോഹമല്ല ഇത്, അത് കിടക്കുന്നത് ശരീരത്തിന് ഒരിക്കലും നല്ലതല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മളോട് മർമ്മങ്ങളിൽ ആഭരണങ്ങൾ ധരിക്കാനും ചില തരത്തിലുള്ള ലോഹങ്ങൾ ചിലയിടങ്ങളിൽ മാത്രമേ ധരിക്കാവൂ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിന്റെ കാരണം അതാണ്. മാത്രമല്ല സമ്പന്നതയെ സൂചിപ്പിക്കുന്നുണ്ട്, ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഈ സ്വർണത്തിന് പകരം നമ്മൾ വേറെ വല്ലോ പിച്ചളയോ അങ്ങനെ കൊണ്ടുവച്ചാല് നമുക്ക് അത്രയും ഒരു ഭംഗി ഒരു പക്ഷെ തോന്നുകയില്ല. അപ്പൊ ആ ഐശ്വര്യം സമ്പന്നതയൊക്കെ സൂചിപ്പിക്കുന്നതാണ് സ്വർണ്ണ നിറം. ഇതുപോലെ ഓരോ നിറത്തിനും ഓരോ പ്രത്യേകതയുണ്ട്. അപ്പൊ മഞ്ഞ നിറം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് ബ്രഹ്മചാരികളെ നോക്കിക്കഴിഞ്ഞാൽ സന്യാസി ആവുന്നതിന് മുമ്പ് പല ബ്രഹ്മചാരികളും മഞ്ഞ വസ്ത്രമാണ് ധരിക്കുന്നത്. അതുപോലെ ബുദ്ധമത സന്യാസിമാര് ഈ മഞ്ഞ വസ്ത്രം ധരിക്കും. അവരിൽ മെറൂൺ വസ്ത്രം ധരിക്കുന്നവരും ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചില ആചാര്യന്മാര് പറഞ്ഞത് ഈ സന്യാസിമാരെല്ലാം പൊതുവെ കാവ്യ വസ്ത്രമാണ് ധരിക്കുക. അപ്പൊ അതിൽ നിന്നൊന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അത് മെറൂൺ ആക്കിയതാണ്. അതല്ലാതെ അതിനെന്തെങ്കിലും ഒരു പ്രാധാന്യം മെറൂൺ എന്ന് പറയാം ഓരോ നിറത്തിനുമുണ്ട്. പക്ഷെ സന്യാസവുമായിട്ട് ബന്ധപ്പെട്ട് അത്ര ഉണ്ടോ എന്ന് ആചാര്യന്മാര് പറഞ്ഞതായിട്ട് അറിയില്ല. ആധ്യാത്മികമായിട്ട് പക്ഷെ മഞ്ഞ നിറത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മഞ്ഞ എന്ന് പറയുന്നത് സ്ഥിരതയെ സൂചിപ്പിക്കുന്ന ഒരു നിറമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ബ്രഹ്മചാരികൾക്കൊക്കെ മഞ്ഞ കൊടുക്കുന്നത്. അവർക്ക് ആദ്യം വേണ്ടത് സ്ഥിരതയാണ്. അത് മനസ്സിനാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും കർമ്മത്തിലാണെങ്കിലും ഒരു സ്ഥിരതയെ കൊടുക്കണം. പക്ഷെ അതുപോലെ തന്നെ സമ്പന്നതയുടെ മൂല്യത്തിന്റെ എല്ലാം അതിനെയൊക്കെ സൂചിപ്പിക്കുന്ന നിറമാണ് മഞ്ഞ. അപ്പൊ അതുകൊണ്ട് നമ്മള് കണിക്കൊന്ന നോക്കിയാല് അത് മഞ്ഞയാണ്, വിളക്കിന്റെ തിരുനാളം നോക്കിയാൽ അത് മഞ്ഞയാണ്, ഭഗവാൻ പീതാംബരധാരിയായിട്ടാണ്. മാമ്പഴമാണെങ്കിലും നല്ല പഴുത്ത സ്വർണ്ണ നിറമുള്ള മാമ്പഴം, സ്വർണ്ണ കണിവെള്ളരി എന്നല്ലേ നമ്മൾ പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാല് ഈ മഞ്ഞ പ്രതിഫലിപ്പിക്കുന്ന അതിനെയാണ്, സ്ഥിരതയെ സൂചിപ്പിക്കുന്നു, ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു, സന്തോഷത്തിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ കൃഷ്ണനെ പോലും മഞ്ഞപ്പട്ടുടുപ്പിക്കുന്നത്. അതെ അതെ. കൃഷ്ണന്റെ മഞ്ഞയ്ക്ക് പല അർത്ഥങ്ങളുണ്ട് എങ്കിൽ പോലും കാരണം ഭഗവാനിന് സ്ഥിരത ആവശ്യമില്ലല്ലോ. പക്ഷെ നമുക്ക് നമ്മൾ ഈ മഞ്ഞ ഉപയോഗിക്കുമ്പോ ഇപ്പൊ മഞ്ഞളിന്റെ നിറം മഞ്ഞയാണ് അല്ലെ. അപ്പൊ അതുപോലെ ഓരോന്നും മംഗളകരമായിട്ടുള്ള വസ്തുക്കളെല്ലാം
മഞ്ഞ കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പൊതുവെ ഈ കണിക്ക് മഞ്ഞ വസ്തുക്കൾ വെക്കുന്നതിൽ കൂടുതലായിട്ട് ഒരു ശ്രദ്ധ പുലർത്താറുണ്ട്. മുതിർന്നവരിൽ നിന്നും ഇളം തലമുറക്കാരിലേക്ക് പകരുന്ന ഒരു കൈനീട്ടം, ഈ വിഷു കൈനീട്ടം കൊടുക്കുന്നതിന്റെ ആശയം അത് എങ്ങനെയാണ് ചേച്ചി വ്യക്തമാക്കി തരുന്നത്? നമ്മള് കണി വെക്കുമ്പോൾ നാണയങ്ങൾ വെക്കാറുണ്ട്, നമ്മള് നോട്ടൊക്കെ വെക്കാറുണ്ട്. പക്ഷേ ഈ കൈനീട്ടം എന്ന് പറയുന്നത് നമുക്ക് എന്ത് വേണമെങ്കിലും ശരിക്കും കൊടുക്കാം. കാരണം മുതിർന്നവര് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതാണ്. പണം തന്നെ വേണമെന്നില്ല, പണം തന്നെ വേണമെന്നില്ല. പക്ഷെ എങ്കിലും അത് ചെയ്യുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഇപ്പൊ നമ്മള് ഈ കണി വെക്കുന്നത് നോക്കിക്കഴിഞ്ഞാല് നമ്മൾ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ ആ സമയത്ത് ഏകദേശം വിളവെടുക്കുന്ന ഫലങ്ങളൊക്കെയാണ് നമ്മള് ഈ കണിയായിട്ട് വെക്കുന്നത്. അപ്പൊ നമ്മളുടെ വീട്ടില് അന്നത്തെ ദിവസം ആരെങ്കിലും വന്നാൽ നമുക്ക് അതും കൊടുക്കാം. ഒരു കൈനീട്ടം എന്നുള്ള രീതിയിൽ പൈസയും അതോടൊപ്പം തന്നെ ഈ ഫലങ്ങളും ഒക്കെ നമുക്ക് കൊടുക്കാം. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ പ്രവർത്തിക്കുന്നത്, അതായത് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ ഉള്ളിലേക്ക് എന്താണോ പ്രവേശിക്കുന്നത് അതാണ് പുറത്തു വരുന്നത്. അപ്പൊ നമ്മള് നല്ലൊരു സംസ്കാരം ഉണ്ടാക്കിയെടുത്താൽ, നമ്മൾ നല്ലത് കണ്ടാൽ അത് നമ്മുടെ പുറത്തു വരും. ഇപ്പൊ പുളി എന്ന് പറയുമ്പോൾ, മലം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭാവം വേറെയാണ്, അല്ലെ? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന രസം വേറെയാണ്. തൈത്തിരി ഉപനിഷത്ത് പറയും രസോ വൈ സഹ എന്ന്. അതായത് എന്താണോ നമ്മുടെ ഉള്ളിലേക്ക് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എടുക്കുന്നത് അതാണ് പുറത്തു വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു പ്രവൃത്തി, നമ്മളുടെ ആ ഒരു സംസ്കാരം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമ്മൾ അടുത്ത തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാതെ ഭഗവാന് വേണ്ടിയിട്ടല്ലല്ലോ. ഇപ്പൊ നമ്മൾ പൂജാമുറി നല്ല വൃത്തിയായിട്ട് ഒരുക്കി വെക്കുന്നു, അത് ഭഗവാന് വേണ്ടിയിട്ടല്ല. നമ്മൾ കണി വെക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? അതും ഭഗവാന് വേണ്ടിയിട്ടല്ല, നമുക്ക് കണ്ട് സന്തോഷിക്കാൻ, നമ്മുടെ കുട്ടികൾ കണ്ട് സന്തോഷിക്കാൻ. ഇപ്പൊ ഒരു 6 മാസം പ്രായമായിട്ടുള്ള ഒരു കുട്ടിയെ ഒരു അമ്മ ഒരുക്കുകയാണെന്ന് വിചാരിക്കുക. ഈ കുട്ടിക്ക് വല്ലതും അറിയാവോ അമ്മ ഒരുക്കുവാണെന്ന്? പക്ഷെ ഇതെന്തിനു വേണ്ടി അമ്മ ഒരുക്കുന്നത്? അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതുപോലെ തന്നെ കണി വെക്കുന്നതും പൂജാമുറി ഒരുക്കുന്നതും നമ്മൾ ഈ കുട്ടികളെ, ചെറിയ തലമുറയിലെ ചെറിയ കുട്ടികൾക്ക് ഈ വിഷുക്കണി അല്ലെങ്കിൽ വിഷുക്കൈനീട്ടമൊക്കെ കൊടുക്കുന്നതും നമ്മളുടെ ഒരു സന്തോഷത്തിനാണ്. അതായത് കൊടുക്കുന്ന ഒരു സംസ്കാരം നമ്മളിൽ ഉണ്ടാവണം. മാത്രമല്ല ഈ മേടിക്കുന്ന കുട്ടികൾക്ക് ഒരു സമ്പാദ്യശീലം ഉണ്ടാകാനും. വിഷുക്കൈനീട്ടം പൊതുവെ ആരും പെട്ടെന്ന് അങ്ങനെ ചെലവാക്കാറില്ല, അല്ലെ? ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. അപ്പൊ പൈസ പൊതുവെ ആചാര്യന്മാര് പറയുന്നത് പൈസ ഉണ്ടാക്കിയാൽ മാത്രം പോരാ. പൈസ പെട്ടെന്ന് ഉണ്ടാക്കുക എളുപ്പമല്ല, ഒറ്റയടിക്ക് കിട്ടില്ല. അത് പല സമയങ്ങളിലായിട്ടേ വരും. വന്നു കഴിഞ്ഞാൽ മാത്രം പോരാ, അതിനെ സൂക്ഷിച്ചു വെക്കുക, പരിപാലിക്കുക എന്ന് വെച്ചാൽ ഒന്നും ചെലവാക്കാതിരിക്കുക എന്നല്ല, നിലനിർത്തുക എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പൈസയെ നിലനിർത്തുക എന്ന് പറയുന്നത്, അതും ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുക എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പൊ കുട്ടികൾക്കാണെങ്കിലും അത് ലഭിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അത് സൂക്ഷിച്ചു വെക്കുമ്പോൾ അതെങ്ങനെ ചെലവാക്കണം എന്നറിയാം. നാളെ ഞാനും വലുതായി കഴിഞ്ഞാൽ, അല്ലെ? ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പണ്ട് മുതിർന്നവര്, ഒരു വീട്ടിലെ കാരണവന്മാര്, അവരൊക്കെ ആയിരുന്നു വിഷുക്കൈനീട്ടം കൊടുക്കുന്നത്. ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഇത് കണ്ട് 8ാം ക്ലാസ്സിലുള്ള ചേച്ചി 7ാം ക്ലാസ്സിലുള്ള അനിയന് വിഷുക്കൈനീട്ടം കൊടുക്കും. അവർക്ക് സന്തോഷാണ്, കിട്ടിയതിന്ന് കുറച്ചെടുത്ത് കൊടുക്കും. അതായത് ആ കൊടുക്കാനുള്ള ഒരു മനസ്ഥിതി, അതൊരു വലിയ സംസ്കാരമാണ്, അല്ലെ? അതോടൊപ്പം തന്നെ ആ മുതിർന്നവരുടെ അനുഗ്രഹവും അതിലൂടെ വരുന്നുണ്ട്. ആ ഒരു ആശയം കൂടി പകർന്നു കൊടുക്കുന്നുണ്ട്. അപ്പൊ എത്രയോ തലമുറകളിലേക്കാണ്, അല്ലെ? നമ്മളിതും കൊണ്ടൊന്നും പോകുന്നില്ലല്ലോ എത്രയാണെങ്കിലും. അപ്പൊ ഇതൊക്കെ നമ്മുടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കേണ്ടതാണ് എന്നുള്ള ഒരു ചിന്തയും കൂടെ ആശയവും കൂടെ ഇതിൽ വരുന്നുണ്ട്. വിഷുവിനെ കുറിച്ച് ഇത്രയേറെ അറിവ് ചേച്ചി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇനി ശ്രോതാക്കൾക്ക് വേണ്ടി ഇനിയും ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഇനി എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് അടിസ്ഥാനപരമായിട്ട് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. കാരണം നമ്മള് എന്താണോ കാണുന്നത്, എന്താണോ പറയുന്നത്, അതാണ് നമ്മുടെ പ്രവൃത്തിയിൽ പ്രതിഫലിക്കുന്നത്. അതിന് ഈ നാമവും രൂപവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. നമ്മളിവിടെ ഇതെല്ലാ രൂപങ്ങൾ കാണുകയാണ്, അല്ലെ? അപ്പൊ നമ്മൾ പാമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു നാമമാണ്. പക്ഷെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് എന്താ ഓർമ്മ വരുന്നത്? രൂപം വരും. അപ്പൊ നമുക്ക് കുറച്ച് ഭയം ഉണ്ടാവും. ഇനി പാമ്പിനെ കാണുമ്പോൾ എന്താ ഓർമ്മ വരുന്നത്? രൂപം കാണുമ്പോൾ നാമം ഓർമ്മ വരും. ഈ പാമ്പെന്ന് നമുക്ക് ഓർമ്മ വരും. അപ്പൊ രൂപവും നാമവും തമ്മിൽ വേറിട്ടല്ല നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കൃഷ്ണനെ കാണാൻ പറയുന്നത്. കണ്ണനെ കാണുമ്പോ നമ്മുടെ ഉള്ളിലേക്ക് ആ നാമം വരും, ഭഗവാനെ ഓർമ്മ വരും. അപ്പൊ അതുപോലെ തന്നെ
നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കഴിവതും നമ്മുടെ ഉള്ളിലേക്ക് നല്ല കാര്യങ്ങൾ കയറ്റുക. അപ്പൊ അതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് ഏറ്റവും പരിശുദ്ധമായിട്ടുള്ള സാത്വികമായിട്ടുള്ള കാര്യങ്ങൾ കയറ്റാനുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിൽ. ഇപ്പൊ നമ്മൾ ന്യൂ ഇയർ എങ്ങനെയാണ് എല്ലാവരും ആഘോഷിക്കുന്നത്? ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കും കുറെ റെസൊല്യൂഷൻസ് എടുക്കും, തീരുമാനം എടുക്കും അല്ലെ. ഇന്ന് തൊട്ട് ഞാൻ അല്ലെ ജിമ്മിൽ പോകും, യോഗ ചെയ്യും, 5 കിലോ കുറയ്ക്കും എന്നൊക്കെ നമ്മൾ തീരുമാനങ്ങൾ ജിമ്മിൽ തിരക്കായിരിക്കും. അതെ, നമ്മൾ തീരുമാനങ്ങൾ എടുക്കും. എന്താന്ന് വെച്ചാല് എന്തോ ഒരു പുതിയ കാര്യം തുടങ്ങാൻ ഒരു പുതിയ തുടക്കം വേണം എന്ന് നമുക്കൊരു ഓർമ്മപ്പെടുത്തൽ. ഈ ഇഞ്ചക്ഷൻ പോലെയാണ്, ഇടയ്ക്കിടയ്ക്ക് ഒരു വർഷം നീട്ടിക്കൊണ്ട് പോകണം എന്നുള്ളൊരു തീരുമാനം. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ വിഷു. നമുക്കൊരു പുതിയ തുടക്കം കുറിക്കുന്നതാണ്, നമ്മൾ ഇനി മുതൽ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷെ അത് ഓർമ്മ വരണം. ഏത് ആചരണ പദ്ധതിക്കും അതിൻ്റെ ഉള്ളിൽ ഒരു തത്വം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വെറുതെ നമ്മൾ വൈകാരികമായിട്ട് ഇത് ചെയ്താൽ വിഷുവിന്റെ തത്വം എന്താണോ അത് ഗ്രഹിക്കാതെ പോകും. കാരണം ഏതൊരു കർമ്മത്തിനും 2 തലമുണ്ട്, വൈകാരിക തലവും വൈചാരിക തലവും ഉണ്ട്. ഇപ്പൊ നമ്മള് അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ പൂജാമുറിയിൽ പോയി ഭഗവാൻ ഒരു മാല ഇട്ടു, അത് വൈകാരിക തലാണ്. വൈചാരിക തലം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹൃദയമാകുന്ന പുഷ്പം ഞാൻ എൻ്റെ ഭഗവാന് സമർപ്പിക്കുന്നു എന്ന് ചിന്തിച്ചാൽ അത് വൈചാരിക തല. ഒരു ഹോമകുണ്ടത്തിലേക്ക് നമ്മൾ നെയ്യ് സമർപ്പിച്ചാൽ അത് വൈകാരിക തലാണ് അല്ലെ. എൻ്റെ ഉള്ളിലെ അഹങ്കാരത്തെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് ചിന്തിച്ചാൽ വൈകാരിക തലമായി. അപ്പൊ നമ്മൾ ഈ തലേ ദിവസം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതെല്ലാം ഒരുക്കി വെക്കും അല്ലെ. എന്നിട്ട് പൊതുവെ കുട്ടികളെയൊക്കെ കണ്ണടച്ച് വേറൊന്നും കാണിക്കാതെ ഇവിടെ ഒന്നും കാണിക്കും. പക്ഷെ കുട്ടികൾക്ക് നമ്മളിത് പറഞ്ഞും കൂടെ കൊടുക്കണം, അതല്ലെങ്കിൽ അത് വൈകാരിക തലമയാവുന്നുള്ളൂ. വെറുതെ ഇതെല്ലാം കാണും, കുട്ടികളുടെ ശ്രദ്ധ മുഴുവൻ കൈനീട്ടം കിട്ടുന്നുണ്ടോന്നായിരിക്കും. പിന്നെ മാമ്പഴം കാണുമ്പോ കുറച്ച് നല്ലൊരു കാഴ്ച മനസ്സിലാവുന്നില്ല. മാമ്പഴം കാണുമ്പോ തീർച്ചയായിട്ടും നമുക്ക് മധുരം ആണ് ഓർമ്മ വരിക. അതെല്ലാം നല്ല സാത്വികമായിട്ടുള്ള ചിന്തകളാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടികൾക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, ഇതുപോലെ നമ്മളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നല്ല കണി ഉണ്ടാകട്ടെ, ഇതാണ് ഇതിന്റെ ലക്ഷ്യം കൂടി പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊരു വൈചാരിക തലത്തിലേക്ക് എത്തും. ഈ വൈചാരിക തലത്തിലേക്ക് എത്തുമ്പോഴാണ് അതിനെ ആധ്യാത്മികത എന്ന് നമുക്ക് പറയാൻ പറ്റുക. നമ്മൾ ഈ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളും സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയില്ലേ, ചിലർ യാന്ത്രികമായിട്ട് ചെയ്യും കർമ്മങ്ങളൊക്കെ, റിലീജിയസ് ആണ്. പക്ഷെ സ്പിരിച്വൽ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഈ ആധ്യാത്മികമായിട്ട് നമ്മൾ ചിന്തിച്ചു പ്രവർത്തിച്ചു എന്ന് പറയണമെങ്കിൽ നമ്മൾ ഈ വൈചാരിക തലത്തിലേക്ക് കടക്കണം. ഏതൊരു ആചരണ പദ്ധതിയുടെയും ഏത് വ്രതങ്ങളുടെ എല്ലാം ലക്ഷ്യം നമ്മളെ ആദ്യം നമ്മൾ ഇങ്ങനെ ചെയ്യും, ആ വൈകാരിക തലത്തിൽ നിന്നും വൈചാരിക തലത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. ഒട്ടുമിക്ക ആളുകൾക്ക് ഈ വൈകാരിക തലം മാത്രമേ അറിയുന്നുള്ളൂ. ഈ വൈചാരിക തലം കൂടി അറിയുമ്പോഴാണ് അല്ലേ ചേച്ചി അതിന്റെ ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നുള്ളൂ. അത് എന്താണെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ആ വൈചാരിക തലം കൂടി നമ്മൾ അറിയണം. വിഷുവിന്റെ ആധ്യാത്മികതയെക്കുറിച്ചും ആധ്യാത്മിക തലത്തെക്കുറിച്ചും എല്ലാം ചേച്ചി വളരെ വിശദമായി പറഞ്ഞു തന്നു. നമുക്കറിയാത്ത പല കാര്യങ്ങളെക്കുറിച്ചും ചേച്ചി നമുക്ക് വളരെ നല്ല രീതിയിൽ അറിവ് പങ്കുവച്ചു. ചേച്ചിയോട് ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇതോടുകൂടി നമ്മുടെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.